ഇന്ന് നമ്മൾ മാരേജുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെയൊക്കെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാൻ പോവുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ദി ഫ്രേസ് ടൈയിങ് ദ നോട്ട് മീൻസ്, ടൈയിങ് ദ നോട്ട് എന്ന ഫ്രേസിന്റെ അർത്ഥം എന്താണ്? ടൈയിങ് ദ നോട്ട് എന്ന് പറഞ്ഞാൽ മാരേജ് എന്നാണ്. ഈ ടൈയിങ് ദ നോട്ട് എന്ന ഫ്രേസിന്റെ അർത്ഥം മാരേജ് എന്നാണ്. അതായത് സാധാരണ ഈ കല്യാണ സമയങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും, ഈ രണ്ട് ഷാള് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ആ ഒരു തീക്ക് ചുറ്റും നടക്കുന്ന സീനുകൾ സിനിമകളിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ കെട്ടുന്ന ആ ഒരു കെട്ടിനെ, അതിനെയാണ് നമ്മൾ ടൈയിങ് ദ നോട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കെട്ട്. അപ്പോൾ ടൈയിങ് ദ നോട്ട് എന്ന് ഉദ്ദേശിച്ചത് മാരേജ് ആണ്. സ്പൗസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്പൗസസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡോ വൈഫോ. ഹസ്ബൻഡിന്റെ സ്പൗസ് എന്ന് പറയുന്നത് വൈഫും വൈഫിന്റെ സ്പൗസ് എന്ന് പറയുന്നത് ഹസ്ബൻഡും ആയിരിക്കും. അപ്പൊ സ്പൗസസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡോ വൈഫോ ആകാം. മൂന്നാമത്തത് ആൻഡ്രോഫോബിയ. ആൻഡ്രോഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം ഫിയർ എന്നാണ്. ആൻഡ്രോ എന്ന് പറയുന്ന വേർഡ് മെയിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മെയിൽസ്, പുരുഷന്മാരോടുള്ള ഭയം, അകാരണമായ ഭയം. അതിനെ നമ്മൾ ആൻഡ്രോഫോബിയ എന്ന് പറയുന്നു. പുരുഷന്മാരോടുള്ള അകാരണമായ ഭയത്തെ നമ്മൾ ആൻഡ്രോഫോബിയ എന്ന് പറയുന്നു. ഗൈനോഫോബിയ. ഗൈനോ എന്ന് പറയുന്ന വേർഡ് സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്, വുമണുമായി ബന്ധപ്പെട്ടതാണ്. ഫോബിയ എന്ന് പറയുന്നത് ഭയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫീമെയിൽസ്, സ്ത്രീകളോടുള്ള അകാരണമായ ഭയത്തെ നമ്മൾ ഗൈനോഫോബിയ എന്ന് പറയും. ഫിയർ ഓഫ് മാരേജ്, വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്ന ആളിന് പറയുന്നത്. ഫിയർ ഓഫ് മാരേജ്. ഗാമോഫോബിയ. ഗാമോ എന്ന് പറയുന്ന വേർഡിന് മാരേജ് എന്നാണ് അർത്ഥം. ഗാമോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മാരേജ് എന്നാണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ, ഗാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മാരേജ്, വിവാഹം കഴിക്കാനുള്ള ഭയം. വൺ ഹു ഹേറ്റ്സ് മാരേജ്, വിവാഹം വെറുക്കുന്ന ആളിന് പറയുന്ന പേര്. വൺ ഹു ഹേറ്റ്സ് മാരേജ്. മിസോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഹെയ്റ്റ് എന്നാണ്. മിസോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഹെയ്റ്റ് എന്നാണ്. ഗമി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മാരേജ് എന്നാണ്. അപ്പോൾ വൺ ഹു ഹേറ്റ്സ് മാരേജ്, മാരേജ് വെറുക്കുന്ന ആളിനെ മിസോഗമിസ്റ്റ് എന്ന് പറയും. വൺ ഹു ഹേറ്റ്സ് മാരേജ് എന്താണ്? മിസോഗമിസ്റ്റ്. ഒന്നൂടെ പറയാം. ടൈയിങ് ദ നോട്ട് എന്ന് പറഞ്ഞാൽ മാരേജ് എന്നാണ് അർത്ഥം. ദ ഫ്രേസ് ടൈയിങ് ദ നോട്ട്, മാരേജ്. സ്പൗസസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡോ വൈഫോ ആകാം. ആൻഡ്രോഫോബിയ, ഫിയർ ഓഫ് മെയിൽസ്, പുരുഷന്മാരോടുള്ള അകാരണമായ ഭയത്തെ നമ്മൾ ആൻഡ്രോഫോബിയ എന്ന് പറയുന്നു. ഗൈനോഫോബിയ, ഫിയർ ഓഫ് ഫീമെയിൽസ്, സ്ത്രീകളോടുള്ള അകാരണമായ ഭയത്തെ നമ്മൾ ഗൈനോഫോബിയ എന്ന് പറയുന്നു. ഫിയർ ഓഫ് മാരേജ്, വിവാഹം കഴിക്കാനുള്ള ഭയത്തെ നമ്മൾ ഗാമോഫോബിയ എന്ന് പറയുന്നു. വൺ ഹു ഹേറ്റ്സ് മാരേജ്, വിവാഹം വെറുക്കുന്ന ആളിനെ മിസോഗമിസ്റ്റ് എന്ന് പറയുന്നു. വൺ ഹു ഹേറ്റ്സ് മാരേജ്, മിസോഗമിസ്റ്റ്. ദി സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, വിവാഹം കഴിക്കാത്ത അവസ്ഥയെ പറയുന്ന പേര് സെലിബസി എന്നാണ്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, സെലിബസി. നമ്മൾ ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. സെലിബസി, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്. ആൻഡ് അൺമാരീഡ് മാൻ, വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനെ പറയുന്ന പേര്. ആൻഡ് അൺമാരീഡ് മാൻ, അയാൾ പറയുന്നത് ബാച്ചിലർ എന്നാണ്. ആൻഡ് അൺമാരീഡ് മാൻ പറയുന്ന പേര് ബാച്ചിലർ എന്നാണ്. ആൻഡ് അൺമാരീഡ് വുമൺ, വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീക്ക് പറയുന്ന പേര് സ്പിൻസ്റ്റർ എന്നാണ്. ആൻഡ് അൺമാരീഡ് വുമൺ, വിവാഹം കഴിക്കാത്ത സ്ത്രീക്ക് പറയുന്ന പേര് സ്പിൻസ്റ്റർ എന്നാണ്. എ മാൻ ഹു ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്, വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷൻ. എ മാൻ ഹു ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. ഫിയാൻസെ എന്നാണ് പറയുന്നത്. അതിനെ ഫിയാൻസെ എന്നാണ് പറയുന്നത്. എ വുമൺ ഹു ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്, വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീക്ക് പറയുന്ന പേര് ഫിയാൻസെ. ഇതും ഫിയാൻസി എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. ഒരു ഇ എക്സ്ട്രാ ചേർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ഇ എന്ന് പറയുന്നത് ഫീമെയിലിനെ കുറിക്കാനായിട്ട്, ഫ്രഞ്ച് വേർഡില് ഫീമെയിലിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു ഇ എപ്പോഴും ഒരു എക്സ്ട്രാ ചേർക്കാറുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനെ നമ്മൾ ഫിയാൻസെ എന്നും, എ വുമൺ ഹു ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്, അതും ഫിയാൻസെ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ നമ്മൾ എഴുതുമ്പോൾ ഒരു ഇ എക്സ്ട്രാ എഴുതും. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, സെലിബസി. ആൻഡ് അൺമാരീഡ് മാനെ ബാച്ചിലർ എന്നും ആൻഡ് അൺമാരീഡ് വുമണിനെ സ്പിൻസ്റ്റർ എന്നും പറയുന്നു. എ മാൻ ഹു ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്, വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനെ നമ്മൾ
ഫിയാൻസെ എന്നും. എ വുമൺ ഹു ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്, വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീയെ നമ്മൾ ഫിയാൻസെ എന്ന് തന്നെയാണ്, ബട്ട് ഒരു ഇ അഡീഷണൽ ആയിട്ട് വരുന്നു എന്നേ ഉള്ളൂ, ഫിയാൻസെ എന്ന് വിളിക്കുന്നു. ദി സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ്, വിവാഹിതനായ അവസ്ഥയ്ക്ക് പറയുന്ന പേര് മാട്രിമോണി എന്നാണ്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ്, വിവാഹിതനായ അവസ്ഥ പറയുന്ന പേര് മാട്രിമോണി എന്നാണ്. എ പേഴ്സൺ ഹു ഈസ് റീസെന്റ് മാരീഡ്, ഈ അടുത്തിടെ വിവാഹിതനായ വ്യക്തി, അതായത് നവവധുവെന്നോ നവവരൻ എന്നോ പറയാം. അപ്പോൾ അടുത്തിടെ പുതുതായി വിവാഹിതരായ വ്യക്തിക്ക് പറയുന്ന പേര് എ പേഴ്സൺ ഹു ഈസ് റീസെന്റ് മാരീഡ്. അത് നമ്മൾ നിയോഗമിസ്റ്റ് എന്ന് പറയും. നിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ്. നിയോ ഗമി എന്ന് പറയുന്ന വേർഡ് മാരേജുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിയോഗമിസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഈസ് റീസെന്റ് മാരീഡ്, അടുത്തിടെ വിവാഹിതരായ വ്യക്തിക്ക് പറയുന്ന പേരാണ് നിയോഗമിസ്റ്റ്. മാരിയിങ് ഒൺലി വിത്തിൻ ദ ട്രൈബ്, ട്രൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുലം എന്നാണ് അർത്ഥം. മാരിയിങ് ഒൺലി വിത്തിൻ ദ ട്രൈബ്, ഒരു കുലത്തിനുള്ളിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നതിനെ പറയുന്ന പേര് എൻഡോഗമി എന്നാണ്. എൻഡോ എന്ന വാക്കിന്റെ അർത്ഥം ഇൻസൈഡ് എന്നാണ്. ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്. മാരേജ് ഇൻസൈഡ്, അതായത് ഒരു കുലത്തിനുള്ളിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നതിന് എൻഡോഗമി എന്ന് പറയും. കസ്റ്റം ഓഫ് മാരിയിങ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്, ഒരാളുടെ കുലത്തിന് വെളിയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ആചാരത്തിന് പറയുന്ന പേര് എക്സോഗമി എന്നാണ്. എക്സോ മീൻസ് ഔട്ട്സൈഡ്, ഗമി മീൻസ് മാരേജ്. അപ്പോൾ എക്സോഗമി എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്, മാരിയിങ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്. കസ്റ്റം ഓഫ് മാരിയിങ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്, ഒരാളുടെ കുലത്തിന് വെളിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് എക്സോഗമി എന്ന് പറയുന്നത്. ദി സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ് ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം, ഒരു സമയം ഒരാളെ മാത്രം വിവാഹം കഴിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ് ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഒരു സമയം ഒരാളെ മാത്രം വിവാഹം കഴിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് മോണോഗമി എന്നാണ്. മോണോ മീൻസ് വൺ, ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്. മോണോഗമി എന്ന് പറഞ്ഞാൽ വൺ മാരേജ്, ഒരു സമയം ഒരാളെ മാത്രം വിവാഹം കഴിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് മോണോഗമി എന്നാണ്. ദ ടേം യൂസ്ഡ് ഫോർ വൺ ഹു മാരീസ് എ സെക്കൻഡ് വൈഫ് ഓർ ഹസ്ബൻഡ് വൈൽ ദ ലീഗൽ സ്പൗസ് ഈസ് എലൈവ്, നിയമപരമായി വിവാഹം കഴിച്ച പുരുഷനോ സ്ത്രീയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതേസമയം ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ വേറൊരു പുരുഷനെയോ സ്ത്രീയോ വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേര് ബൈഗാമിസ്റ്റ് എന്നാണ്. ബൈഗാമിസ്റ്റ്, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എന്നാണ് അർത്ഥം, ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്. അപ്പോൾ ബൈഗാമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി ഹസ്ബൻഡോ വൈഫോ ഉള്ളപ്പോൾ തന്നെ വേറൊരു സ്ത്രീയെയോ അല്ലെങ്കിൽ വേറൊരു പുരുഷനെയോ വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേരിനെയാണ് ബൈഗാമിസ്റ്റ് എന്ന് പറയുന്നത്. കസ്റ്റം ഓഫ് ഹാവിങ് മെനി വൈഫ്സ്, ധാരാളം ഭാര്യമാരുള്ള കസ്റ്റം, സമ്പ്രദായത്തെ പറയുന്ന പേര് പോളിഗമി എന്നാണ്. പോളി മീൻസ് മെനി എന്നാണ്. പോളിഗമി എന്ന് പറഞ്ഞാൽ കസ്റ്റം ഓഫ് ഹാവിങ് മെനി വൈഫ്സ്, ധാരാളം ഭാര്യമാരുള്ള കസ്റ്റം, സമ്പ്രദായത്തെ നമ്മൾ പോളിഗമി എന്ന് പറയുന്നു. ഇനി 19ാമത്തത് കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അല്ലെങ്കിൽ മെനി ഹസ്ബൻഡ്സ്, ധാരാളം ഹസ്ബൻഡ് ഉള്ള ഒരു കസ്റ്റം, സമ്പ്രദായം, അതിനെ പറയുന്ന പേര് പോളിയാൻഡ്രി എന്നാണ്. ദി കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് പറയുന്ന പേര് പോളിയാൻഡ്രി എന്നാണ്. പോളി എന്ന് പറയുന്ന വാക്ക് ധാരാളം, മെനി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ആൻഡ്രോ എന്ന് പറയുന്ന വേർഡ് മെയിലിനെ, പുരുഷനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അല്ലെങ്കിൽ മെനി ഹസ്ബൻഡ്സ്, അതിനെ നമ്മൾ പോളിയാൻഡ്രി എന്ന് പറയും. അപ്പൊ ഈ രണ്ട് വാക്ക് വ്യക്തമായി പഠിച്ചിരിക്കണം. കസ്റ്റം ഓഫ് ഹാവിങ് മെനി വൈഫ്സ് പോളിഗമി, കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് ഓർ മെനി ഹസ്ബൻഡ്സ്, അതിനെ പോളിയാൻഡ്രി എന്ന് പറയുന്നു. എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ്, ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പറയുന്ന പേര് വിഡോ. വിഡോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിധവ എന്നാണ് അർത്ഥം. എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ്, ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പറയുന്ന പേര് വിഡോ എന്നാണ്, വിധവ എന്ന് മലയാളത്തിൽ പറയും. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്, ഭാര്യ മരിച്ച പുരുഷന് പറയുന്ന പേര്, ഭാര്യയെ നഷ്ടപ്പെട്ട പുരുഷന് പറയുന്ന പേര് വിഡോവർ എന്നാണ്. വിഡോവർ. എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ്, അപ്പോ ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പറയുന്ന പേര് വിഡോ എന്നും ഭാര്യ മരിച്ച പുരുഷന് പറയുന്ന പേര് വിഡോവർ എന്നുമാണ്. ദ ടേം യൂസ്ഡ് ഫോർ ആൻ അലവൻസ്
പെയ്ഡ് ടു എ വൈഫ് ഓൺ ഡിവോഴ്സ്. ഡിവോഴ്സ് ടൈമിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിന് പറയുന്ന പേര്. ദ ടേം യൂസ്ഡ് ഫോർ ആൻ അലവൻസ് പെയ്ഡ് ടു എ വൈഫ് ഓൺ ഡിവോഴ്സ്. അലിമണി എന്നാണ്. അലിമണി. ദ ടേം യൂസ്ഡ് ഫോർ ആൻ അലവൻസ് പെയ്ഡ് ടു എ വൈഫ് ഓൺ ഡിവോഴ്സ്. ഡിവോഴ്സ് ടൈമിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിന് പറയുന്ന പേരാണ് അലിമണി. അലിമണി എന്നാണ് അതിനെ പറയുന്നത്. മാരേജുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.